ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പല കായിക പ്രശ്നങ്ങളും ചർച്ച ചെയ്യപ്പെടുന്ന ആ വിനിയോഗ സന്ധിയോഗമാണ്. അതുപോലെ സിറാജ് ജനപത്രത്തിന് പുതിയ അറിവുകൾ അത് ഇന്നാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. ആദ്യമായി സദസ്യ വിതരണം ചെയ്യുന്നതാണ്. പിന്നെ ബഹുമാനപ്പെട്ട ശ്രദ്ധാപരമായ മഹാനവരികൾ അനുവാദമുള്ള അമീറുൽ വലായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ പേരിലുള്ള ഒരു മാതിരി പുസ്തകം നമ്മെ ലഭിച്ചത് അച്ചടിച്ച് വിതരണം ചെയ്യാൻ മഹാന്റെ നിർദ്ദേശപ്രകാരം അതുകൊണ്ട് 10 രൂപ കൊടുത്ത് അതിനെ വാങ്ങണം. അമീറുൽ വലായ പേര്. അതുപോലെ തർക്ക വിഷയങ്ങൾക്ക് പരിഹാരം എന്ന പേരിലുള്ള പുതിയ പുസ്തകം വായിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിന്റെ കോപ്പികൾ കിട്ടും. പിന്നെ മാലിക ശ്രീമത് സഖാവി എഴുതി അതിന്റെ ശരിയ അവരെടുത്തുകൊണ്ട് മുജാഹിദുകളായി എന്നത് അതുപോലെ വിതരണം ചെയ്യുന്നത് കോപ്പിയാണ്. പിന്നെ മക്കറ്റ് പണ്ഡിതന്മാർ വേണ്ട പണ്ഡിതന്മാരാണ് നിങ്ങൾ സമീപിക്കുക. ഇനി നിങ്ങളോട് സംസാരിക്കുന്ന സമൂഹമായി സംസ്ഥാന ജനറൽ സെക്രട്ടറി അബൂ ഹനീഫ ഫൈസലാണ്. അദ്ദേഹത്തെ ആദരവോടെ ക്ഷണിക്കുന്നു. പിന്നെ ഒരു പ്രമേയം ഈ 10,000 വലിയ സദസ്സിൽ വെച്ചിട്ട് ഒരു പ്രമേയം പാസാക്കണം എന്ന് സംഘാടകർക്ക് ആഗ്രഹമുണ്ട്. ആ പ്രമേയം ഇവിടെ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് സാഹിബ് അവർ വായിക്കും. അതിനുശേഷം തന്റെ പൈസയുടെ പ്രസംഗം ഉണ്ടായി. സഹോദരന്മാരെ, മഹാന്മാരായ സാദാത്യങ്ങളുടെയും പണ്ഡിതരുടെയും നേതൃത്വത്തിൽ ഇവിടെ തടിച്ചുകൂടിയ സുന്നി സമൂഹം ഈ സമ്മേളനത്തിൽ പാസാക്കുന്ന നിങ്ങൾ പരിഗണിക്കുന്ന വേണ്ടി പ്രമേയങ്ങൾ വായിക്കുക. മുസ്ലിങ്ങളിൽ മഹാഭൂരിപക്ഷം വരുന്ന സുന്നികളെ കേരളത്തിൽ വിതരണം ചെയ്യുന്ന സംഘടനയാണ് സമസ്ത കേരള ജനകീയ വിവരണം. ബഹുമാനപ്പെട്ട താഴ്വരയുമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി, ബഹുമാനപ്പെട്ട കാന്തൂർ എ.പി. അബൂബക്കർ മുസ്ലിയാർക്ക് നേതൃത്വം നൽകുന്ന ഈ മഹാപ്രസ്ഥാനത്തിന് കീഴിലായി സമസ്ത കേരള സുന്നി യുവജന സംഘം, സുന്നി വിദ്യാഭ്യാസ ബോർഡ്, കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ, സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ എന്നീ സംഘടനകൾ പ്രവർത്തിച്ചു വരുന്നു. കേരളത്തിലും ഇതര സംസ്ഥാനങ്ങളിലും വിദേശങ്ങളിലും ആയിരക്കണക്കിന് മദ്രസകളും പള്ളികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഈ സംഘടന നടത്തി വരുന്നു. സംസ്ഥാനത്തെ വഖഫ് സ്വത്തുക്കളും മതസ്ഥാപനങ്ങളും 90% സുന്നികളുടേതാണ്. വഖഫ് ചെയ്ത ആളുടെ ഉദ്ദേശമനുസരിച്ച് വഖഫ് സ്വത്ത് കൈകാര്യം ചെയ്യുന്നതിന് മേൽനോട്ടം വഹിക്കാനുള്ള സർക്കാർ സംവിധാനമാണ് കേരള വഖഫ് ബോർഡ്. കേരള വഖഫ് ബോർഡിലെ പുനഃസംഘടിപ്പിച്ചപ്പോൾ 10% മുതൽ വഖഫ് സ്വത്തുകളില്ലാത്ത മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി വിഭാഗങ്ങൾ ഗ്രൂപ്പ് തിരിച്ച് പ്രാതിനിധ്യം നൽകിയപ്പോൾ മഹാഭൂരിപക്ഷം വരുന്ന സുന്നികൾക്ക് യാതൊരു പ്രാതിനിധ്യവും നൽകിയില്ല. ഇത് കേരളത്തിലെ സുന്നി സമൂഹത്തോട് കേരള സർക്കാർ കാണിച്ച കടുത്ത അനീതിയും വഞ്ചനയുമാണെന്ന് ഈ സമ്മേളനം ഉറക്കെ പ്രഖ്യാപിക്കുന്നു. മുസ്ലിങ്ങളുടെ പ്രധാന ആരാധനയായ ഹജ്ജുമായി ബന്ധപ്പെട്ട സർക്കാർ സംവിധാനമായ ഹജ്ജ് കമ്മിറ്റിയും സുന്നികളെ തടയുകയുണ്ടായി. സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കുന്ന കാര്യത്തിലും സുന്നി വിഭാഗത്തോടെ സർക്കാർ കടുത്ത അവഗണന മനോഭാവമാണ് കാണിച്ചിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ സർക്കാരിന്റെ അവഗണന നയത്തിനെതിരെ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കാൻ സുന്നി സംഘടനകൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ സമ്മേളനം അതിന്റെ തുടക്കം മാത്രമാണ്. ന്യായവും നീതിപൂർവമായ ഈ അവകാശ സംരക്ഷണ സമരത്തിന് എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നതോടൊപ്പം ഈ സർക്കാർ തെറ്റുതിരുത്തിയില്ലെങ്കിൽ കൂടുതൽ ശക്തവും വ്യാപകമായ പ്രക്ഷോഭങ്ങൾക്ക് സുന്നി സമൂഹം നേതൃത്വം നൽകുമെന്ന് ഈ സമ്മേളനം ബന്ധപ്പെട്ടവർ പ്രഖ്യാപിക്കുന്നു. സഹോദരന്മാരെ, ഈയിടെയായി ബഹുമാനപ്പെട്ട സംസ്ഥാന ജനകീയ ഒഴിവാക്കുന്നതിന്റെ തീവ്രമായ സംഘടനകൾക്കും ഓരോ കാലഘട്ടത്തിലും ഓരോ ഭീഷണി വന്നിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് ഭീഷണി എന്ന് പറയാൻ പറ്റുകയില്ല. എങ്കിലും കുറച്ച് സഹാബി കുട്ടികൾ അവർക്ക് നൽകിയ ആ വിധത്തിന്റെ ലളിതവും മനസ്സിലാക്കാതെ ബഹുമാനരായ നമ്മുടെ നേതാക്കൾക്കെതിരെ യാതൊരു കാരണവുമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അവർക്ക് തക്ക
വിശദീകരിക്കുന്ന CD ഇവിടെ വെച്ച് പ്രകാശനം ചെയ്യപ്പെടുകയാണ്. 5 CD ഉൾക്കൊള്ളുന്ന ഈ സെറ്റിന് 275 രൂപയാണ് വിലയെങ്കിലും ഇവിടെ വെച്ച് തങ്ങളുടെ ആളുടെ വണ്ടിയെടുത്തം എന്ന് നോക്കുന്നു. 250 രൂപയ്ക്ക് ഇവിടെ വിൽക്കപ്പെടുന്നതാണ് ഇതിന്റെ പ്രകാശനം. ബഹുമാനപ്പെട്ട TV മുഹീദ്ദീൻ സിയാദ് അബ്ദുൽ റഷീദ് സഖാഫി പത്രികയാണ് ഇതിന്റെ പ്രസംഗകൻ. CD അവർ ബഹുമാനപ്പെട്ട വളരെ മമ്മൂഹാരിക്ക് നൽകിക്കൊണ്ട് ഇവിടെ വെച്ച് പ്രകാശനം ചെയ്യുകയാണ്. രണ്ടുപേരെയും അന്വേഷിക്കുന്നു. സഹോദരന്മാരെ, നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പുസ്തകങ്ങളുടെ വിൽപ്പനാർത്ഥങ്ങൾ കൂട്ടത്തിൽ പണ്ഡിതനും ചിന്തകനുമായ കോഴമ്പുഴ ഭാവസ്ഥ അവർ വളരെ ഒടുവിലായി എഴുതിയ ഏറ്റവും മഹത്തായ ഗ്രന്ഥം ആധുനിക ശാസ്ത്ര സംവിധാനങ്ങൾ രക്തദാനം തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ ഇസ്ലാമിക തെളിവിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുന്ന ജനിതക ശാസ്ത്രങ്ങളുടെ ഇന്ദ്രജാലം എന്ന ഇന്നലെ കോഴമ്പുഴ ദാറുൽ മാരിഫിന്റെ സമ്മേളനത്തിൽ വെച്ചാണ് പുസ്തകം പ്രകാശനം നടത്തിയത്. ആ പുസ്തകത്തിന്റെ കോപ്പിയും ഇവിടെ വിൽപ്പനയ്ക്കുണ്ട്. എല്ലാവരും